റിപ്പോർട്ടിൻ്റെ 500ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം സന്തോഷമോടും പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് ഇതുവരെയും നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹം, അതായത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇതുവരെയും തന്ന സ്നേഹത്തിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കാരണം യൂട്യൂബിൽ ഏകദേശം 2-3 മാസമായിട്ടോടെ ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഏകദേശം 90,000-ന് മേലുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് വളരെ വലിയ ഒരു ഭാഗ്യമാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഏകദേശം 1.5 ലക്ഷത്തോളം ലൈക്കുകളുമുണ്ട്. വളരെയധികം സന്തോഷം തോന്നുന്നു. എന്താണെങ്കിലും ഈ 500ാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മുടെ ഇടയിലുള്ള പലരുടെയും കാലിലുണ്ടാകുന്ന ഒരു അസുഖമാണ് ആണിരോഗം എന്ന് പറയുന്നത്. ഈ ആണിരോഗം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ആവശ്യം ഒരല്പം ബേക്കിംഗ് സോഡ എടുക്കാം. അതിലേക്ക് ഒരല്പം ലെമൺ പിഴിഞ്ഞൊഴിക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം സാധാരണ വെള്ളം, ഒരല്പം സാധാരണ വെള്ളം ഒഴിക്കാം. ഇനി ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. ശരിക്കും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പേസ്റ്റ് കിട്ടും. ഇതുപോലൊരു പേസ്റ്റ് ആണിരോഗമുള്ള ഭാഗത്ത് നമ്മുടെ മരുന്ന് പുരട്ടുന്നതിന് മുമ്പ് തന്നെ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് ഒരു പഞ്ഞി ഇങ്ങനെ എടുത്ത ശേഷം ആ മുഴുവൻ ഭാഗവും എവിടെയാണോ ആണിരോഗമുള്ളത് അവിടെ മുഴുവൻ ശരിക്ക് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഈ മരുന്ന് പുരട്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ മരുന്ന് ഇനി നമ്മുടെ കാലിൻ്റെ ആണിരോഗത്തിൽ എങ്ങനെ പുരട്ടാമെന്ന് നമുക്ക് നോക്കാം. എന്താണെങ്കിലും എൻ്റെ കാലിൽ തൽക്കാലം ആണിരോഗമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയൊരു മാർക്ക് കൊടുക്കാം. ഇങ്ങനൊരു മാർക്ക് ഞാനിവിടെ കൊടുക്കുന്നു. ഇതാണ് ആണിരോഗം എന്ന് നിങ്ങൾ വിചാരിക്കുക. ആണിരോഗം ഇനി ചെയ്യേണ്ടത് ഇതുപോലെ സാധാരണ ഒരു ചെറിയ കോട്ടൺ എടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മരുന്ന് പേസ്റ്റ് ഇതിന് നടുക്കായിട്ട് വെക്കുക. ഈ കോട്ടൻ്റെ നടുക്കായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ആണിരോഗമുള്ള ഭാഗത്തേക്ക് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു വലിയ ബാൻഡേജ് ഉപയോഗിച്ച് ശരിക്ക് ഒട്ടിക്കുക. ഇത് ചെയ്യുന്നത് സാധാരണ ഏറ്റവും നല്ലത് രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളിത് പറിച്ച് കളയുക, ക്ലീൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരാഴ്ചയിൽ 3 അല്ലെങ്കിൽ 4 തവണ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഈസി ആയിട്ട് നമ്മുടെ ആണിരോഗം മാറി കിട്ടും. അപ്പോൾ കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിത് മരുന്ന് വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആണിരോഗമുള്ള ഭാഗത്ത് ശരിക്കും ക്ലീൻ ചെയ്യുക. ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് ശരിക്കും ക്ലീൻ ചെയ്യുക. അതിനുശേഷം മരുന്ന് വെക്കുക. സാധിക്കുമെങ്കിൽ എല്ലാവരും കിടക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക. കാരണം കിടക്കുമ്പോഴാണെങ്കിൽ പിന്നെ അതിനുശേഷം കാല് ശരിക്കും അനങ്ങത്തില്ല, നമ്മൾ ബാൻഡേജ് ചെയ്ത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ലീൻ ചെയ്യുക. അങ്ങനെ ആഴ്ചയിൽ 3-4 തവണ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആണിരോഗത്തിന് വളരെയധികം വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ കണ്ടത് ഗംഭീരം, കാണാൻ പോകുന്നത് അതിഗംഭീരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം ജോബി വയലിംഗ്. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിംഗൽ.